നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കേട്ട ഒരു വാക്കുമായി ബന്ധപ്പെട്ടാണ് മോദിയുടെ ഗ്യാരണ്ടി. തൃശ്ശൂരിൽ നമ്മളത് മലയാളത്തിലും കേട്ടു. മോദിയുടെ ഗ്യാരണ്ടി അദ്ദേഹം അക്കമിട്ട് നിരത്തിക്കൊണ്ട് നിരവധി പദ്ധതികളുടെ കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുകയുണ്ടായി. അതിൽ ഉജ്ജ്വല ഗ്യാസ് പദ്ധതി വരുന്നുണ്ട്. അപ്പം തന്നെ അദ്ദേഹം വനിതാ സംവരണ ബിൽ പാസ്സാക്കിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ പരാമർശിക്കുന്നു. മുത്തലാഖ് നടപ്പാക്കിയതുൾപ്പെടെ അങ്ങനെ നിരവധി വിഷയങ്ങൾ അദ്ദേഹം മോദിയുടെ ഗ്യാരണ്ടി എന്ന ലേബലിൽ മോദി ഒരു ബ്രാൻഡാക്കിക്കൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് ഉള്ള പ്രസംഗങ്ങളാണ് നമ്മൾ തൃശ്ശൂരിൽ കണ്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വലിയ ചർച്ചകൾ ഉയരുകയാണ്. അത് മോദിയുടെ ഗ്യാരണ്ടി, നടപ്പാക്കിയ ഗ്യാരണ്ടികളെക്കുറിച്ചല്ല, മോദി ഇതുവരെ നടപ്പാക്കാത്ത വാഗ്ദാനം നൽകിയ ഗ്യാരണ്ടിയെക്കുറിച്ചാണ്. ജിംസ്, അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന വലിയ വിമർശനങ്ങൾ, മോദി നിരവധി ഗ്യാരണ്ടികൾ നടപ്പാക്കി, അതൊക്കെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാൻഡ് ചെയ്ത് അവതരിപ്പിക്കുന്നുണ്ടല്ലോ. അവിടെ ഈ നോട്ട് നിരോധന സമയത്തടക്കം അദ്ദേഹം നിരവധി ഗ്യാരണ്ടികൾ തന്നിരുന്നു. അതൊക്കെ മറന്നുകൊണ്ടാണോന്നറിയില്ല. അതിനെപ്പറ്റിയൊന്നും അദ്ദേഹം ഇപ്പോൾ ഒരു വാചകം പോലും സംസാരിക്കാറില്ല. അത്തരം കാര്യങ്ങൾ കൂടി ചർച്ചയാകാൻ ഇപ്പോൾ ഈ തൃശ്ശൂരിൽ ഈ പ്രസംഗത്തോടെ കഴിഞ്ഞു അല്ലേ? അല്ല, അത് ചർച്ച ചെയ്യുന്ന അതിന് ഏറ്റവും നല്ലൊരു പ്രതികരണം കണ്ടത് VR രാഗേഷിൻ്റെ ഒരു കാർട്ടൂണിലാണ്, തങ്കൻ ചേട്ടൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട്. അത് അതിന് ഒരുപാട് ബാഡ് കൊണോട്ടേഷനൊക്കെ ഉണ്ട്. എന്നാൽ പോലും അതാണ് അതിനോട് പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം. കാരണം ഈ കഴിഞ്ഞ 10 വർഷത്തിൽ BJPയുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതും മോദിയും അമിത്ഷായും തെരഞ്ഞെടുപ്പ് റാലികളിലും പ്രസംഗിച്ചതുമായ നിരവധി വാഗ്ദാനങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം ഓർക്കുന്നുണ്ടാവും, ഈ 2014 തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഏറ്റവും വലിയ പ്രചാരണം എന്തായിരുന്നു? ഇന്ത്യയിൽ നിന്ന് വലിയ തോതിൽ കള്ളപ്പണം കൊണ്ടുവന്ന് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും സ്വിറ്റ്സർലൻഡ് പോലുള്ള രാജ്യങ്ങളെ സ്വിസ് ബാങ്കിലേക്ക് കൊണ്ടുപോയി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് മുഴുവൻ നമ്മൾ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അതിന് ഒരുപാട് പേര് കൈയടിച്ചു. ശരിയാണ്, രാജ്യത്ത് നിന്ന് അഴിമതി നടത്തി അല്ലാതെയുള്ള പണം കൊണ്ടുപോയിട്ട് വിദേശ രാജ്യങ്ങളിൽ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അത് തിരിച്ചു കൊണ്ടുവരും. അത് തിരിച്ചു കൊണ്ടുവന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2016 നോട്ട് നിരോധിക്കുന്നത്. അപ്പോൾ നോട്ട് നിരോധിക്കുമ്പോൾ ഈ കള്ളപ്പണം മുഴുവൻ തിരിച്ചു വരും. കള്ളപ്പണം തിരിച്ചു വന്നില്ല. ഓക്കെ, അപ്പോൾ ഈ നോട്ട് നിരോധിച്ചു, മൊത്തം എക്കണോമിയെ ഡിജിറ്റലൈസ് ചെയ്തു, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വ്യാപകമാക്കി. അപ്പോൾ ഇനിയിപ്പോൾ ഈ ആളുകൾ ലിക്വിഡ് ക്യാഷ് വെച്ചിട്ടുള്ള കച്ചവടം നിർത്തും, ബാക്കിയെല്ലാം നടക്കും. പക്ഷേ റിസർവ് ബാങ്കിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പുറത്തിറങ്ങിയ റിപ്പോർട്ട് പ്രകാരം വലിയ തോതിലുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കുന്നത് ഇതിലല്ല, ഡിജിറ്റലി അല്ല. ഇപ്പോൾ എല്ലാവരും പറയും ഇപ്പോൾ എന്ത് എളുപ്പമായി, നമുക്ക് ഗൂഗിൾ പേ ഉണ്ട്, മണി പേ ഉണ്ട്. നമ്മളെന്താണ് പച്ചക്കറി വാങ്ങാനും മീൻ വാങ്ങാനും പാല് വാങ്ങാനാണ് ഇത് ഉപയോഗിക്കുന്നത്. വലിയ തോതിലുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കുന്നത് മുഴുവൻ എവിടെയാണ്? നോട്ട് വഴിയാണ്. ഇപ്പോഴും ബഹുഭൂരിഭാഗവും വലിയ കച്ചവടങ്ങളും റിയൽ എസ്റ്റേറ്റ് മറ്റു ഡീലുകളെല്ലാം നടക്കുന്നത് ക്യാഷ് വഴിയാണ്. ഇപ്പോൾ ഈ തെലങ്കാന ഇലക്ഷൻ്റെ സമയത്ത് ഈ പൊതുവൊരു ടോക്ക് ഉണ്ടായിരുന്നു, കള്ളപ്പണത്തിൻ്റെ ഈ ഒഴുക്ക് നിന്നുപോയി തെലങ്കാന ഇലക്ഷൻ സമയത്ത്. അതിൻ്റെ കാരണം വേറെ ഏതെങ്കിലും തരത്തിൽ അത് എൻഫോഴ്സ്മെൻറ്റ് ശക്തമാക്കിയതുകൊണ്ടല്ല. തെലങ്കാന ഇലക്ഷൻ നടക്കുന്ന തെലങ്കാന പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ്, ഹൈദരാബാദ് പ്രത്യേകിച്ചും. ഈ ആ സമയത്ത് കള്ളപ്പണം മീൻസ് ഹവാലയൊന്നും നടക്കുന്നില്ല, വൈറ്റ് മണി ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കാനൊന്നും പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇലക്ഷൻ നടക്കുന്ന സമയമായതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ തോതിലുള്ള ചെക്കിങ് നടത്തുന്നു. അതുകൊണ്ട് ഇതിൻ്റെ മൂവ്മെൻറ്റ് സാധ്യമായിരുന്നില്ല. അതിനുശേഷം ഇലക്ഷൻ കഴിഞ്ഞ് വീണ്ടും അത് സജീവമായി. ഈ ഇന്നലെയാണ് മിനിഞ്ഞാന്നാണ് ഒരു റിപ്പോർട്ട് ഇവരുടെ വന്നത്, ADRൻ്റെ റിപ്പോർട്ട് പ്രകാരം ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ കണക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ടുകളിൽ ഏറ്റവും സ്വാഭാവികമായ ഇലക്ട്രൽ ബോണ്ടുകൾ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പണം ലഭിക്കുക BJPക്കാണ്. അപ്പോൾ ഇതിലും BJPക്ക് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എവിടെ നിന്നാണ് ഈ പണം വരുന്നത്? അപ്പോൾ എല്ലാവരും വിചാരിക്കുക അദാനി അംബാനി അങ്ങനെയുള്ള വലിയ കോർപ്പറേറ്റുകളാണ് പണം ഈ ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുക്കുന്നതെന്നാണ് എല്ലാവരും വിചാരിക്കുക. പക്ഷേ അത്ഭുതകരം എന്ന് പറയട്ടെ, വളരെ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ പണം ഈ ഇലക്ട്രൽ ബോണ്ടുകളിൽ നിക്ഷേപിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ BJPക്ക് കൊടുത്തിട്ടുള്ള കമ്പനികളിൽ ഒന്ന് മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്നൊരു കമ്പനി, 2 സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പേര് ഓർമ്മയുണ്ടാവും, നമുക്ക് വാക്സിൻ തന്ന കമ്പനി. എന്തിനായിരിക്കും ഈ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ? അവർക്ക് യാതൊരു കോമ്പറ്റീഷനും ഇല്ല, വാക്സിൻ നിർമ്മാണ രംഗത്ത് അവർക്കൊരു കോമ്പറ്റീഷൻ ഇല്ലാത്ത കമ്പനിയാണ് ഇന്ത്യയിൽ. അവരെന്തിനായിരിക്കും സർക്കാരിന് പണം കൊടുക്കുന്നു? വെറുതെ ലൈനുകൾക്കിടയിൽ കൂട്ടി വായിച്ചോളൂ. മറ്റൊന്ന്, ഈ മേഘ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അവിടെ EDയുടെ നിരന്തരമായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറിൻ്റെ നിരന്തരമായ റെയ്ഡ് നടന്നൊരു സ്ഥാപനമാണ് ഹൈദരാബാദിൽ. നിരവധി വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റൊക്കെ നടന്ന കമ്പനിയാണ്. അവർ ഓഫീസിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ധാരാളമായി റെയ്ഡ് നടന്നത്. അവരും നന്നായിട്ട് പണം കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് കൊടുത്തതെന്ന് നമ്മൾ കൂട്ടി വായിച്ചോളൂ. അപ്പോൾ ഇതാണ് ഈ മോദിയുടെ ഗ്യാരണ്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കള്ളപ്പണമാണ്. കള്ളപ്പണം ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ കള്ളപ്പണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ 20,000 കോടി രൂപ ആരുടേത്? ഇത് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പ്രകാരം പറയുന്ന 20,000 കോടി രൂപ ആരുടേതെന്ന ചോദ്യം പാർലമെൻറ്റിൽ ഉന്നയിച്ചതാണ് രാഹുൽ ഗാന്ധിയെ വേറൊരു കേസിൽ പുറത്താക്കിയത്. അപ്പോൾ ആ ചോദ്യം ചോദിക്കുന്നവരെ, ഇപ്പോൾ അദാനിക്കെതിരെ ചോദ്യം ചോദിക്കുന്നവരെ മുഴുവൻ പുറത്താക്കുന്നുണ്ടല്ലോ. അപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ അഴിമതി നടക്കില്ല, ന ഖായക ന ഖാനേ ദേഗ എന്നാണ് അദ്ദേഹം എപ്പോഴും പ്രസംഗിക്കാറ്. തിന്നുമില്ല തീറ്റിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറയുക. അത് ഞങ്ങൾ അഴിമതി നടത്തുന്നില്ല, വേറെ ആരും അഴിമതി നടത്താൻ അനുവദിക്കുകയില്ല. ഓക്കെ, ഈ അഴിമതി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം.
ഇലക്ട്രൽ ബോണ്ടുകൾ തന്നെ അഴിമതിയാണ്. അതിനൊരു സുതാര്യത ഇല്ലാത്തതാണ്. ആരൊക്കെയോ വന്ന് BJP കൊണ്ടുപോയി പണം കൊടുക്കുന്നു. അവരുടെ സോഴ്സ് എന്താണെന്ന് പോലും ആരും അറിയുന്നില്ല. പൊതുജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഓഡിറ്റിങ്ങും ഇല്ല. പണം രാഷ്ട്രീയ പാർട്ടികൾ വന്നു, അതിനാണ് അഴിമതി എന്ന് പറയുന്നത്. ഇപ്പോൾ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്തിനാണ് BJPക്ക് പണം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അതാണ് അഴിമതി എന്ന് പറയുന്നത്. കാരണം ഒരു തരത്തിലുള്ള കോമ്പറ്റീഷനും ഇല്ലാതെ അവർക്ക് വാക്സിൻ കൊടുക്കാൻ വേണ്ടി വാക്സിൻ നിർമ്മാണത്തിന് അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് BJPയുടെ ഫണ്ടിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിനാണ് അഴിമതി എന്ന് പറയുന്നത്. പക്ഷേ അത് തടയാൻ നമ്മുടെ രാജ്യത്ത് നിയമ സംവിധാനമോ എൻഫോഴ്സ്മെൻറ്റോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ അദ്ദേഹം പറയുന്ന ആ പ്രസംഗത്തിൽ പറയുന്ന മോദിയുടെ ഗ്യാരണ്ടി എന്ന മലയാളത്തിൽ ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം സ്ത്രീ ക്ഷേമത്തിന് വേണ്ടി അദ്ദേഹം നടപ്പാക്കിയെന്ന് പറയുന്നതാണ്. 11 കോടി വീടുകളിൽ പൈപ്പിട്ട് വെള്ളം എത്തിച്ചു. കോടിക്കണക്കിന് വീടുകളിൽ എന്താണ് സ്ത്രീകൾക്ക് ആ സൗകര്യം ഉജ്ജ്വല യോജന കണക്ഷൻ കൊടുത്തു. ശൗചാലയം നിർമ്മിച്ചു. ഇതൊക്കെയാണ്. അതൊക്കെ ശരിയായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ പല സ്ഥലത്തും കക്കൂസുകൾ നിർമ്മിച്ചിട്ടുണ്ടാവും. അത് നിർമ്മിക്കേണ്ടത് തന്നെയാണ്. അത് അതിന് മുമ്പ് നിർമ്മിച്ചിട്ടുണ്ടെന്നേ. മോദി മാത്രമല്ല, അതിന് മുമ്പുള്ള സർക്കാരിൽ നിർമ്മിക്കുന്നുണ്ട്, മോദിയും നിർമ്മിക്കുന്നുണ്ട്. മോദി ചിലപ്പോൾ കൂടുതൽ നിർമ്മിച്ചിട്ട് കണക്കിലൊക്കെ ചിലപ്പോൾ കൂടുതലുണ്ടാവും. പക്ഷെ നമുക്ക് അങ്ങനെ കണക്ക് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, അത് സൈനിക സ്കൂളുകളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകി, അങ്ങനെ കുറേ അധികം കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ അതൊക്കെ ഇനി മുഖവിലക്കെടുത്താൽ തന്നെ മോദി ഡെലിവർ ചെയ്തത് എന്താണ്? മോദി യഥാർത്ഥത്തിൽ എന്താണ് ഡെലിവർ ചെയ്തത്? എനിക്കൊന്നും കാണാൻ കഴിയും. പെട്രോളിൻ്റെ വില 100 രൂപയുടെ മുകളിൽ കയറി. അതാണ് നമ്മൾ ഒന്ന് കാണുന്നത്. അതായത് പെട്രോൾ ഡീസൽ വില വർധനക്കെതിരെ വലിയ തോതിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം. കയറിയപ്പോൾ പെട്രോളിന് വില കൂടി, വിലക്കയറ്റം കൂടി, തൊഴിലില്ലായ്മ രൂക്ഷമായി. ഇതൊക്കെയാണ് നാട് നേരിടുന്ന പ്രശ്നം. എന്ന് മാത്രമല്ല, രാജ്യത്ത് നിന്ന് യുവാക്കൾ പലായനം ചെയ്യുകയാണ് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക്. ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് എവിടെ നിന്നാണ്? ഗുജറാത്തിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ഹോം സ്റ്റേറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾ പോകുന്നത്. കുറേ ആളുകൾ പോയിട്ട് മനുഷ്യക്കടന്ന് പറഞ്ഞൊരു വിമാനം തിരിച്ചറിയ വാർത്തയൊക്കെ നമ്മൾ കണ്ടാണ്. കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടയിൽ മഞ്ഞിൽ പുതഞ്ഞ് മരിക്കുന്നു ഗുജറാത്തികൾ. ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന അങ്ങനെ ഗുജറാത്തികളാണ്. അതായത് ഒരു ഇല്ലീഗൽ ഇമിഗ്രേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന ഗുജറാത്തികളാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പലായനം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല അതൊരു ഈ ഗ്യാരണ്ടി എന്താണെന്ന് മലയാളികൾക്ക് മനസ്സിലാവും. ഇവിടെ വന്നത് പ്രസംഗിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അദ്ദേഹം ഉത്തരേന്ത്യ പ്രസംഗിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ അതിന് കൈയടിക്കുന്ന ആളുണ്ടാവും. ഇവിടെയും അങ്ങനെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ മോദി ഒരു ബ്രാൻഡാക്കാൻ കേരളത്തിൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോദി ഒരു ബ്രാൻഡല്ല കേരളത്തിൽ. അതെ, അതാണ് അതായത് മോദിയുടെ ഗ്യാരണ്ടി കേരളം മുഖവിലേക്ക് എടുക്കാതെ പോകുമോ? മുഖവിലേക്ക് എടുക്കുമെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി തൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ താൻ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കും എന്ന് പ്രസംഗിക്കുന്നു. മറ്റെവിടെയും പോലുള്ള മലയാളികൾ ഐ തിങ്ക് ചിലപ്പോൾ ചില ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കും എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രസക്തമായ കാര്യം. ജിൽസി നമ്മൾ നോക്കിയാൽ ഇതിപ്പോൾ രാഷ്ട്രീയ വേദിയാണ്. രാഷ്ട്രീയ വേദിയിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുക അല്ലെങ്കിൽ വലിയ തോതിലുള്ള വലിയ നടപ്പിലാക്കി എന്നുള്ള സംഗതികൾ പറയുകയൊക്കെ സ്വാഭാവികമാണ്. നരേന്ദ്രമോദിയുടെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നരേന്ദ്രമോദി സ്വാതന്ത്ര്യ ദിനത്തിൽ നടത്തുന്ന പ്രസംഗം ഉണ്ടല്ലോ, സ്വാതന്ത്ര്യ ദിനത്തിൽ നടത്തുന്ന പ്രസംഗത്തിന് കുറച്ചുകൂടെ ഔദ്യോഗിക സ്വഭാവമുണ്ട്. ആ പ്രസംഗത്തിൽ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം അതിനകത്ത് വ്യാജം പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇങ്ങോട്ടുള്ള അദ്ദേഹം സ്വാതന്ത്ര്യ ദിനങ്ങളിൽ ചെങ്കോട്ടയിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളിൽ നടത്തിയിട്ടുള്ള അവകാശവാദങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അദ്ദേഹം നിരവധിയായ വ്യാജങ്ങൾ പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അദ്ദേഹം പറയാണ് ഹാത്രസിലൊരു നഹ്ലി ഫത്തേഹ് എന്ന് പറഞ്ഞ ഒരു ഗ്രാമമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ ഗ്രാമത്തെക്കുറിച്ച്? ആ ഗ്രാമത്തിൽ കഴിഞ്ഞ 70 വർഷമായി വൈദ്യുതി ഉണ്ടായിരുന്നില്ല. ഈ സർക്കാർ വരേണ്ടി വന്നു അവിടുത്തെ ഗ്രാമങ്ങളിലേക്ക് വൈദ്യുതി എത്താൻ, കുടിലുകളിൽ വെളിച്ചം വരാൻ. അപ്പോൾ നമ്മൾ ആ ഗ്രാമം അന്വേഷിച്ച് പോയി അവിടെ വൈദ്യുതി ഉണ്ടെന്ന് നോക്കുകയും ചെയ്യും. അവിടെ വൈദ്യുതി ഇല്ല. ഇതാണ് നരേന്ദ്രമോദി അദ്ദേഹം വളരെ കൊട്ടിക്കൊഴിച്ച് പ്രസംഗിക്കുന്ന ഒരു സംഗതി. നോക്കൂ, റുപ്പേ കാർഡുകൾ ഞാൻ വന്നതിന് ശേഷം രാജ്യത്താകമാനം എല്ലാവർക്കും റുപ്പേ കാർഡുകളായി. ലോകത്തെ ഏറ്റവും വലിയ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ബ്രാൻഡ് റുപ്പേ കാർഡാണെന്ന് അദ്ദേഹം പറയും. അപ്പോൾ നമ്മൾ പോയി ഗൂഗിൾ നോക്കും, ഉള്ളതാണോ ശരിയാണോ? വിസ കാർഡിനൊക്കെ ഒരുപാട് പിന്നിലാണ് ഈ സംഗതി നിൽക്കുന്നത്. ഒരു എന്താ പറയുന്നത്, ഈ സ്വാതന്ത്ര്യത്തിൽ അദ്ദേഹം പ്രസംഗിക്കും, ആസാദി കാ അമൃത് മഹോത്സവം നമ്മൾ ആഘോഷിക്കുന്ന 75ാം സ്വാതന്ത്ര്യ ദിനത്തിൽ 2022 രാജ്യത്തെ എല്ലാ കർഷകരുടെയും വരുമാനം ഇരട്ടിയാക്കിയിരിക്കും. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. 2025 വർഷവും കഴിഞ്ഞ് 76ാം വർഷത്തിൽ നമ്മളെത്തുമ്പോഴും 20% പോലും രാജ്യത്തെ കർഷകരുടെ വരുമാനം വർദ്ധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവർ ന്യായമായ വേതനത്തിനും താങ്ങുവിലയ്ക്കും വേണ്ടി റോഡിൽ കിടന്ന് സമരം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വ്യാജം പറയുക എന്നുള്ളതുണ്ടല്ലോ. ഈ വർഷം 5 ട്രില്യൺ എക്കോണമി ആവേണ്ട വർഷമാണ് 2019 5 ട്രില്യൺ എക്കോണമിയിലേക്ക് വന്ന് നമ്മൾ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തുന്ന പ്രഖ്യാപിച്ചിട്ട് ഇപ്പം ഒരു വർഷം പിന്നിടുക. 5 വർഷം 2019 കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ പലതരം സംഗതികൾ അങ്ങനെ ഒരു ആവേശത്തിൽ പ്രസംഗിച്ചു പോകും. അദ്ദേഹത്തിന് അതിന് മാത്രമൊന്നും ജനങ്ങളതൊന്നും ഓഡിറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ടാവില്ല. ഇനിയും വേറെ കുറെ കാര്യങ്ങൾ ഉദാഹരണം പറയാൻ പറ്റും. ആവേശത്തിൽ പ്രസംഗിച്ചൊന്നും പറയാൻ പറ്റില്ല, കാരണം എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന ടെലിപ്രോംപ്റ്റ് അതെന്റെ തെറ്റ്. ശരി, അപ്പൊ ഇപ്പൊ ഈ തൃശ്ശൂർ വന്ന് പ്രസംഗിച്ചത് നിങ്ങൾ നോക്കും. തൃശ്ശൂർ വന്ന് പ്രസംഗിക്കുമ്പോൾ പ്രധാന സംഗതി വനിതാ സംവരണ ബില്ല് ഞാൻ നടപ്പിലാക്കിയില്ലേ എന്നാണ്. വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കിയോ എന്നാണ് നമ്മുടെ ചോദ്യം.
നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വനിതാ സംവരണ ബില്ല് 2024 തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കപ്പെടാൻ പോകുന്നുണ്ടോ? ഇല്ല. അതിന് സെൻസസ് കഴിയണം, ഡീലിമിറ്റേഷൻ കഴിയണം. അപ്പോൾ സെൻസസ് എന്താ കഴിയാത്തെന്താണ് ആർക്കും അറിയില്ല. 2024 പുതിയ ഗവൺമെൻറ് വന്നാൽ സെൻസസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. സെൻസസ് സ്റ്റാർട്ട് ചെയ്യാൻ പൂർണ്ണമായ എത്ര വർഷം എടുക്കും? അറ്റ്ലീസ്റ്റ് ഒരു 1-2 വർഷം എടുക്കും. അത് പൂർണ്ണമായി കഴിഞ്ഞ് വേണം നമ്മൾ എന്തിലേക്ക് പോകാൻ? ഈ പറയുന്ന ഡീലിമിറ്റേഷനിലേക്ക് പോകാൻ. അതിന് ഏറ്റവും കുറഞ്ഞ 5 വർഷം എടുക്കും. ഈ 5 വർഷം എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ നിലയ്ക്കാണ്. ഇന്ത്യയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡീലിമിറ്റേഷൻ ഭയങ്കര സങ്കീർണ്ണമായിരിക്കും. കാരണം ജനസംഖ്യാനുപാതികമാണ്. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളുടെ സീറ്റ് കുറയാൻ പോകുന്നുള്ള പ്രശ്നമുണ്ട്. നിയമയുദ്ധങ്ങൾ, സംഘർഷങ്ങൾ, ഇതിലൊക്കെ കടന്നിട്ട് അത് പൂർത്തിയാവുള്ളൂ. അപ്പോൾ ഏത് കാലത്ത് നടപ്പിലാവാനാണ്? ഒക്കെ പോട്ടെ, എന്തിനാണ് ഈ സെൻസസും ഡീലിമിറ്റേഷനും നിങ്ങൾ വെച്ചിരിക്കുന്നത്? ഇത് വെച്ചിരിക്കുന്നത് തടസ്സമായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നടപ്പിലാക്കി കൂടെ 2024 എന്നുള്ള ചോദ്യമുണ്ട്. മോദി ആ ചോദ്യത്തെ എടുക്കില്ല. അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഈ വനിതാ സംവരണ ബില്ല് എല്ലാവരും എല്ലാ കാലത്തും പിന്തുണച്ചിട്ടുള്ള ഒന്നാണ്. പക്ഷെ നടന്നു മാത്രം കണ്ടിട്ടില്ല. കാരണം എന്താണ്? എല്ലാവരും പബ്ലിക്കായി തന്നെ പിന്തുണയ്ക്കും. എന്നാൽ ഉള്ളാലെ ആർക്കോ നടപ്പിലാക്കണമെന്ന് ആഗ്രഹമില്ല ഒരു പാർട്ടിക്കും. ഈ യോഗി ആദിത്യനാഥ് ഉണ്ടല്ലോ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അദ്ദേഹം പറഞ്ഞത് പുരുഷന്മാരുടെ ഭാവത്തിലേക്ക് സ്ത്രീകൾ വന്നാൽ നാട് നശിച്ചു, ഒരു കാലത്തും അനുവദിക്കാൻ പാടില്ല, ഇത് വിദേശ ആശയമാണ് എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം നിലപാട് മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ BJPയുടെ നിലപാട് ഇതാണ്. അപ്പോൾ ആ കള്ളത്തിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉജ്ജ്വൽ യോജന വഴി ഞങ്ങൾ എല്ലാവർക്കും ഗ്യാസ് ഊറ്റി കൊടുക്കുന്നത് പറയുന്നുണ്ട്. അപ്പോൾ ഉജ്ജ്വൽ യോജന വഴി 9 കോടി ആളുകൾക്ക് 2022 കൊടുക്കും. ശരിയാ, കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് കണക്കെടുത്ത് നോക്കണം. അതിൻ്റെ പാതിയോളം ആളുകൾക്ക് രണ്ടാമതൊരു തവണ ഇത് റീഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം കൈ കാശില്ല. അപ്പോൾ വാങ്ങൽ ശേഷി എന്തുമാത്രം ഉണ്ടാക്കിയിട്ടുണ്ട് മോദി ഗവൺമെൻറ്. രണ്ടാമത് വീണ്ടും കണക്കെടുക്കുക. 7.25 കോടി മനുഷ്യരിൽ എടുത്തിട്ടുള്ള കണക്കിനകത്ത് അതിൽ ബഹുഭൂരിപക്ഷം മനുഷ്യരും ഒരു തവണ കൂടി ഒന്ന് റീഫിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ റീഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല, മാറ്റി വെച്ചിട്ട് വീണ്ടും വിറകും ചാണകവും കത്തിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാലിക്കുറ്റി ഇങ്ങനെ കൊടുക്കുന്നുള്ളതിൻ്റെ കണക്ക് ഇങ്ങനെ വിശദീകരിച്ച് പറയുകയാണ്. നേരത്തെ അജിംസ് പറഞ്ഞു 2 കോടി പേർക്ക് തൊഴിലവസരം ഓരോ വർഷം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ആകെ കൂടി 7-8 ലക്ഷം തൊഴിലവസരം ഉണ്ടാക്കിയിരിക്കുന്നു. റെയിൽവേയിലടക്കം ലക്ഷക്കണക്കിന് തൊഴിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. 4.5 പതിറ്റാണ്ട് കാലത്തെ ഏറ്റവും വലിയ തൊഴിൽ നഷ്ടത്തിന് നടുവിൽ നിൽക്കുകയാണ് ഈ രാജ്യം. എവിടെയാണ് തൊഴിലുണ്ടാക്കുന്നത്? ഈ നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ 50 ലക്ഷം പേർക്ക് ഒറ്റയടിക്ക് തൊഴിൽ പോയത്. പിന്നെ ഈ ചെറുകിട വ്യവസായങ്ങൾ തകർന്നു പോകുന്നതിൻ്റെ കണക്ക് വേറെ. 50 ദിവസം കൊണ്ട് ഇത് ശരിയാക്കി നൽകി എന്നെ പച്ചയ്ക്ക് കത്തിച്ചോളം പറഞ്ഞാൽ അത് ഗ്യാരണ്ടി ആയിരുന്നു. വൻ ഗ്യാരണ്ടിയുള്ളൊന്നായിരുന്നു. അത് കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞു. ഇതിൻ്റെ ഇപ്പോൾ ഡാമേജ് ഇപ്പോഴും കഴിഞ്ഞിട്ടുണ്ടോ? അതിപ്പോഴും നമ്മുടെ സമ്പദ്ഘടനയിട്ട് കുത്തി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ പലതരം ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കും. ഉജ്ജ്വൽ യോജന, വനിതാ സംവരണം, മോദി മോദി എന്ന് ആർത്ത് വിളിക്കും. ആര്? സദസ്സല്ല, മോദി അദ്ദേഹം തന്നെ വിളിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്യാരണ്ടിയെ ഓഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിറങ്ങിയാൽ അദ്ദേഹം സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും പൊതുവേദികളിലും രാഷ്ട്രീയ വേദികളിലും എല്ലാം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളിൽ നമുക്ക് നിറയെ വ്യാജ പ്രസ്താവനകൾ കണ്ടെത്താൻ കഴിയും. പലതും പാതി വെന്തതാണ്, അർദ്ധസത്യങ്ങളുള്ളതാണ്, വസ്തുതകളുടെ പിൻബലം പോലും ഇല്ലാത്ത ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ വേറെ ഒരുപാട് ഗ്യാരണ്ടി നമുക്ക് തിരിച്ചു വയ്ക്കാനുണ്ട്. എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ഇവിടെ തൊഴിലില്ലായ്മ എന്തുമാത്രം ഉണ്ടെന്നുള്ള പട്ടിക പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണോ? ഇന്ത്യയും ചൈനയും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് പറയുന്നു, അവർ നമ്മുടെ ഇൻവേഷൻ നടക്കുമെന്ന് പറയുന്നു. അവിടെ പോയി സന്ദർശിക്കാൻ ഒരു JPC, ഒരു പാർലമെൻറ്റ് സമിതിയെ സമ്മതിക്കാൻ തയ്യാറുണ്ടോ? അതിന് തയ്യാറുണ്ടോ? 10 വർഷം, ഇനി ഞാൻ 10 വർഷം പൂർത്തിയായി ജിൽസി അവസാനം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയത്. 10 വർഷം നമ്മൾ കാത്തിരിക്കുകയാണ്. എപ്പോഴും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ അവൈലബിൾ ആയിരിക്കുമെന്ന് പറയാൻ മോദി തയ്യാറുണ്ടോ? അതിനൊന്നും മോദി തയ്യാറല്ല. അദ്ദേഹത്തിന് ടെലിപ്രോംപ്റ്ററിൽ വരുന്ന ചില സംഗതികളുണ്ട്. മോദി കി ഗ്യാരണ്ടി, ഇത്തവണത്തെ അവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം അതാണ്, മോദി കി ഗ്യാരണ്ടി, മോദി നടപ്പിലാക്കിയിട്ടുള്ള സംഗതികൾ. പക്ഷേ നമ്മുടെ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ എന്താണ് നടന്നതെന്ന് ചോദിച്ചാൽ പെട്രോളിന് 107 രൂപ കൊടുക്കണം, ഒരു കുറ്റി ഗ്യാസ് നിറയ്ക്കാൻ 1000 കൊടുക്കണം. അതുകൊണ്ടാണ് ഈ അപ്രഖ്യാപിത സബ്സിഡി വെട്ടിവെച്ചിരിക്കുക. സബ്സിഡി ഇപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് ഈ ആളുകൾക്ക് ഈ ഉജ്ജ്വൽ യോജന കൊണ്ട് ഗുണമൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഇതിങ്ങനെ ഒരു വാചാടോപത്തിന് പറ്റിയ സംഗതിയാണെന്നല്ലാതെ അതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കാനും തിരിച്ചു ചോദിക്കാനും ഇറങ്ങിയാൽ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ പറയാൻ തയ്യാറുണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ടും മറുചോദ്യം ഉണ്ടാവും. അവിടെ മോദിക്ക് ഉത്തരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്താത്തത്. അപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ കാണാവുന്നേ ഉള്ളൂ ഇതിൻ്റെ പൊള്ളത്തരം മുഴുവൻ. തീർച്ചയായിട്ടും.